ഉത്തരേന്ത്യയിൽ അതിശൈത്യവും മൂടൽമഞ്ഞും ഗതാഗത മേഖലയെ ബാധിച്ചു. ഡൽഹിയിലെ ചില മേഖലകൾക്ക് പുറമെ ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും കാഴ്ചാപരിധി 0. അതേസമയം ഡൽഹിയിൽ നിന്നുള്ള വ്യോമ റെയിൽ ഗതാഗതവും താറുമാറായി. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ ശൈത്യകാലം പുരോഗമിക്കുമ്പോൾ ഇന്ന് അതിശൈത്യത്തിൽ ഇത്തരത്തിൽ കാഴ്ചാപരിധി 0 ഒപ്പം തന്നെ ഗതാഗത മേഖലയും ബാധിച്ചു എന്നറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. എന്താണ് വിവരങ്ങൾ? പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് കൂടാതെ ഡൽഹിയിലും അതിശൈത്യവും മൂടൽമഞ്ഞും സമസ്ത മേഖലയെ ബാധിക്കുകയാണ്. ചിലയിടങ്ങളിൽ താപനില 3 ഡിഗ്രിയിലധികം താഴ്ന്നിരിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതിനോടകം തന്നെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മൂടൽമഞ്ഞ് ഗതാഗത മേഖലയെ ബാധിച്ചതോടെ യാത്രക്കാരേറെ ദുരിതത്തിലായിരുന്നു എന്ന് പറയുന്നത്. ഡൽഹി വിമാനത്താവളത്തിലേക്കുള്ളതും ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നതുമായ സർവീസുകൾ മണിക്കൂറുകൾ വൈകുന്നു. 50-ലധികം വിമാന സർവീസുകളാണ് പ്രതികൂല കാലാവസ്ഥ ബാധിച്ചിരിക്കുന്നത്. 25-ലധികം ട്രെയിൻ സർവീസുകളും സമയക്രമം തെറ്റിയാണ് ഓടുന്നത്. മൂടൽമഞ്ഞ് റോഡ് ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട്. എക്സ്പ്രസ് വേകളിൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ശൈത്യത്തിനൊപ്പം വായു ഗുണനിലവാരവും മോശമായി തുടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ കടുത്ത നിയന്ത്രണങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. BS3 പെട്രോൾ, അതേപോലെ തന്നെ BS4 ഡീസൽ വാഹനങ്ങൾക്കും അത്യാവശ്യമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിരോധനം തുടരുകയാണ്. എന്നാൽ കാറ്റിന്റെ വേഗത കൂടിയിട്ടുണ്ടെന്നും മണിക്കൂറിൽ ഇപ്പോൾ 10 കിലോമീറ്ററിലധികം വേഗതയിലാണ് കാറ്റ് വീശുന്നതെന്നും സ്വാഭാവികമായും വായു നിലവാരം വരും ദിവസങ്ങളിൽ മെച്ചപ്പെട്ടേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഒപ്പം തന്നെ മൂടൽമഞ്ഞിനും അതേപോലെ തന്നെ അതിശൈത്യത്തിനും ശമനമുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.